ഒരുപാടധികം ആൾക്കാർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചൽ എന്ന് പറയുമ്പോൾ. അപ്പൊ ഞാൻ ഇന്നിവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റുട്ടീനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഒരുപാടധികം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. പൂർണ്ണമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പൊ ആദ്യമായിട്ട് ഒരുപാടധികം ആൾക്കാർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, മുടിയിൽ എണ്ണ തേക്കണോ എണ്ണ തേക്കണ്ടേ? ഒരുപാട് ഡോക്ടേഴ്സ് പല അഭിപ്രായമാണ് ഇതിനെപ്പറ്റി പറയുന്നത്. കുറെ പേര് പറയും എണ്ണ തേക്കണം, കുറെ പേര് പറയും എണ്ണ തേക്കരുതെന്ന്. അപ്പൊ ഇതിന്റെ അകത്തുള്ള സത്യം എന്താണ്? ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മുടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഘടന എന്താണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള മുടിയുടെ അറ്റത്ത് ഒരു സെബേഷ്യസ് ഗ്ലാൻഡ്, അതായത് സെബം സെക്രീറ്റിംഗ് ഗ്ലാൻഡ് ഉണ്ടായിരിക്കും. അതായത് ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാ മുടിയുടെ അറ്റത്തും നാച്ചുറൽ ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രന്ഥി ഉണ്ടായിരിക്കും. ഈ നാച്ചുറൽ ആയിട്ട് എന്തിനാണ് മുടി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ ഓയിൽ ഉണ്ടെങ്കിൽ മാത്രമേ മുടിക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചർ കിട്ടത്തുള്ളൂ. അപ്പൊ മുടി തമ്മി കയറി തട്ടി ഒരയുന്നതും അങ്ങനെ ഫ്രിക്ഷൻ കാരണവും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് ഫ്രിസി ആയിട്ട് മുടി അറ്റം പൊട്ടിപ്പോകുന്നതൊക്കെ മാറ്റാനായിട്ടാണ് നാച്ചുറലി തന്നെ നമുക്ക് ഈ ഗ്രന്ഥികൾ ഉള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ എണ്ണ തേച്ചാലും തേച്ചില്ലെങ്കിലും നമ്മുടെ മുടിയിൽ ഈ ഒരു ഓയിൽ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എണ്ണ തേക്കണോ? എണ്ണ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഈ ഉണ്ടാകുന്ന ഈ ഓയിൽ ഗ്രന്ഥി അല്ലെങ്കിൽ ഓയിൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ മുടിയുടെ സ്കാൽപ്പ്, അതായത് നമ്മുടെ തലയോട്ടിയിൽ മാത്രമേ ആ ഒരു മോയ്സ്ചർ ഉണ്ടാക്കത്തുള്ളൂ. ആ മുടിയുടെ അറ്റത്തേക്ക് മോയ്സ്ചർ കൊണ്ടുവരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മുടിയുടെ അറ്റത്തേക്ക് ഈ മോയ്സ്ചർ കൊണ്ടുവരുന്നില്ല. ആക്ച്വലി ആ മോയ്സ്ചർ ജസ്റ്റ് സ്കാൽപ്പിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ മുടിയുടെ അറ്റത്തേക്കും നമുക്ക് ആ മോയ്സ്ചർ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമ്മുടെ മുടി ഫ്രിസി ആയിട്ട് ഡ്രൈ ആവാതെയും മുടിയുടെ അറ്റം പൊട്ടാതെയൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ സ്കിന്നിൽ നമുക്ക് ഈ സെബം പ്രൊഡ്യൂസിങ് സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്, ഓയിൽ പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ് ഉണ്ട്. എന്നാലും നമ്മുടെ സ്കിന്നിൽ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിക്കും. മുടിയുടെ ഒരു മോയ്സ്ചറൈസർ ആണ് എണ്ണ എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എണ്ണ. നിങ്ങളപ്പോ എണ്ണ തേക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ സ്കാൽപ്പ്, അതായത് നമ്മുടെ തലയോട്ടി വൃത്തിയായിട്ടിരിക്കുന്ന ഒരു തലയോട്ടി മാത്രമേ നിങ്ങൾ എണ്ണ തേക്കാൻ പാടുള്ളൂ. അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ തലയോട്ടി നിങ്ങൾ നല്ല ക്ലീൻ അല്ലാതെ വൃത്തിയില്ലാതെ ഇരിക്കുന്ന ഒരു തലയോട്ടിയിലേക്ക് നിങ്ങൾ എണ്ണ തേക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എണ്ണ എന്ത് ചെയ്യും? പുറത്തുള്ള പൊടിയും പുറത്തുള്ള അഴുക്കും പുറത്തുള്ള ജേംസിനെ ഈ എണ്ണ അട്രാക്ട് ചെയ്തിട്ട് അവിടെ ഇരുന്നത് ഫോളിക്കുലൈറ്റിസ് ഉണ്ടാക്കും. ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുമ്പോൾ തലയിൽ ഈ ചെറിയ ചെറിയ ആക്നെ പോലെ കുരുക്കൾ പോലെ പസ് ഫോർമിംഗ് കുരുക്കൾ, അതായത് പഴുപ്പ് പൊട്ടുന്ന കുരുക്കൾ കാണും. അപ്പൊ ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ തല ഓട്ടി നല്ല വൃത്തിയായിരിക്കുക. നിങ്ങളുടെ തലയോട്ടി നിങ്ങൾ നോക്കുക, തലയോട്ടിയിലകത്ത് ഡാൻഡ്രഫ് ഉണ്ടോ? അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താരൻ എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ തലയിലെ ഈ ചെറുതായിട്ട് വൈറ്റ് ആയിട്ട്, അതായത് വെള്ള കളർ ഇങ്ങനെ പൊടിയായിട്ട് വരുന്നത് താരനായിരിക്കത്തില്ല. അത് ചിലപ്പോൾ താരനായിരിക്കാം, ചിലപ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആയിരിക്കും, ചിലപ്പോൾ സെബോസോറിയാസിസ് ആയിരിക്കാം, പലതരത്തിലുള്ള കാര്യമായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ വൈറ്റ് ആയിട്ട് ഇതുപോലെ പൊടിയായിട്ട് തലയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കുക. ഇത് ഡാൻഡ്രഫ് ആണോ, സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണോ, ഇനി സെബോറിക് സോറിയാസിസ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ താരന്റെ മരുന്ന് കഴിക്കുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ ആൾക്കാരും ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, കടയിൽ ചെല്ലും താരന്റെ മരുന്ന് മേടിക്കും, ആഴ്ചയിൽ 1-2 ദിവസം തേക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എല്ലാ ദിവസവും, അതായത് താരന്റെ മരുന്ന് എല്ലാ ദിവസവും 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ 21 ദിവസം യൂസ് ചെയ്യണം. അല്ല അതിൽ ഇടയ്ക്ക് ഒരു ദിവസം നിങ്ങൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ആ ദിവസം മുതൽ 21 ദിവസം വരെ അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. കാരണം താരൻ എന്ന് പറയുന്ന ഒരു ഈസ്റ്റ് ആണ്. ആക്ച്വലി ഈ ഈസ്റ്റ് എന്താണ് കഴിക്കുന്നത്? എണ്ണയാണ് കഴിക്കുന്നത്, ഓയിലാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ തലയിൽ വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഈ ഈസ്റ്റ് ഉള്ള തലയിലേക്ക് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ഈസ്റ്റ് ഓയിൽ തന്നിട്ട് ഈ ഈസ്റ്റ് അവിടെ കുറെ അധികം ഗ്രോ ചെയ്യും. അങ്ങനെ ഡാൻഡ്രഫ് ഉണ്ടാവും. അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ല ഒരു ക്ലീൻ ആയിട്ടുള്ള തലയോട്ടിയിലേക്ക് മാത്രമേ നിങ്ങൾ എണ്ണ തേക്കാവുള്ളൂ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, തല ഓട്ടിയിലാണോ അതോ മുടിയിലാണോ എണ്ണ തേക്കേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മുടിയിൽ വേണം നിങ്ങൾ എണ്ണ തേക്കാൻ. നമ്മൾ ഒരിക്കലും ഉച്ചയിലോ അല്ലെങ്കിൽ നമ്മുടെ തല ഓട്ടിയിലേക്കല്ല, നമ്മൾ ഇപ്പോഴും മുടിയുടെ അറ്റത്തേക്ക് വേണം എണ്ണ തേക്കാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞു, നമ്മുടെ സ്കാൽപ്പില് നമുക്ക് ഈ ഒരു ഗ്രന്ഥികളുണ്ട്, അല്ലെ? ഓയിൽ പ്രൊഡ്യൂസിങ് ഗ്രന്ഥികളുണ്ട്. പക്ഷെ നമ്മുടെ മുടിയിൽ ആ ഗ്രന്ഥികളില്ല. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ മുടിയിൽ വേണം നമ്മൾ എണ്ണ തേക്കാനായിട്ട്. ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ ഈ മഹാഭൃംഗരാജിന്റെ എണ്ണ തേക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുള്ള ഓയിൽ ഈ മഹാഭൃംഗരാജ് ഓയിലാണ്. അപ്പൊ നമ്മൾ ഈ കാച്ചി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സെസമേ ഓയിൽ നമ്മുടെ എള്ളെണ്ണയൊക്കെ തേക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ മഹാഭൃംഗരാജ് ഓയിൽ തേക്കുന്നത്. വളരെയധികം ബെനിഫിഷ്യൽ ആണ്. ഞാൻ മഹാഭൃംഗരാജ് ഓയിലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, തലയിൽ ഷാമ്പു തേക്കാമോ, ഷാമ്പു തേച്ചുകൂടെ എന്ന്. ഹെയർ കെയർ റൊട്ടീനിലെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷാമ്പു എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യം നിങ്ങൾ ഷാമ്പു മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. കാരണം ഷാമ്പു യൂസ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഒരിക്കലും മുടി കൊഴിച്ചിൽ ഉണ്ടാകാൻ പോകത്തില്ല. ഇത് വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണ്.
ഇനി ഷാമ്പു എപ്പോഴാണ് നമ്മൾ ഉപയോഗിച്ചുകൂടാത്തത്? ഈ ഷാമ്പൂയില് സൾഫേറ്റ്, ഫോർമാൽഡിഹൈഡ് എന്നീ കണ്ടന്റ് ഉള്ള ഷാമ്പൂസ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഇത് മുടി കൊഴിച്ചിലുണ്ടാക്കും. അപ്പോ പാരബൻസും സൾഫേറ്റും അതുപോലെ തന്നെ ഫോർമാൽഡിഹൈഡും ഇല്ലാത്ത ഷാമ്പു ഉപയോഗിക്കുക. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഡൗവിന്റെ ഷാമ്പു വളരെ നല്ലതാണ്. ബയോഡെർമയുടെ ഷാമ്പു വളരെ നല്ലതാണ്. അതുപോലെയാണ് സെബാമെഡിന്റെ ഷാമ്പു വളരെ നല്ലതാണ്. ലോറിയൽ പാരിസിന്റെ ഷാമ്പു വളരെ നല്ലതാണ്. അപ്പൊ ഈ 4 കമ്പനിയുടെ ഷാമ്പു കണ്ടീഷണർ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവൂ. ഇതാണ് ഏറ്റവും നല്ലത്. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഈ 4 കമ്പനിയാണ്. ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഷാമ്പു എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഷാമ്പു തലയോട്ടിയിലെ എല്ലാ അഴുക്കിനെയും റിമൂവ് ചെയ്യും. അവിടെ ഇരിക്കുന്ന ജേംസിനെയും അതുപോലെ തന്നെ പൊടിപടലങ്ങളെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഈ ഷാമ്പു വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇനി ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ കണ്ടീഷണർ ഉപയോഗിക്കുക. കണ്ടീഷണർ നിങ്ങൾ ഒരിക്കലും തലയുടെ ഉച്ചിയിലല്ല അല്ലെങ്കിൽ തല ഓട്ടിയിലല്ല നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ മുടിയിലാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷാമ്പു ഉപയോഗിക്കുന്നത് തല ഓട്ടിയിലാണ്, സ്കാൽപ്പിലാണ്. ഓയിൽ ഉപയോഗിക്കുന്നത്, അതായത് എണ്ണ ഉപയോഗിക്കുന്നത് മുടിയിലാണ്. കണ്ടീഷണർ ഉപയോഗിക്കുന്നത് മുടിയിലാണ്. കണ്ടീഷണറും ഓയിലും സെയിം എഫക്റ്റ് ആണ് തരുന്നത്. അതായത് കണ്ടീഷണർ ആണെങ്കിലും ഓയിൽ ആണെങ്കിലും മുടിക്ക് മോയ്സ്ചറൈസറിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസർ പോലെയാണ് മുടിക്ക് കണ്ടീഷണറും ഓയിലും. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഓയിൽ നമ്മൾ തേക്കുമ്പോൾ ഒരിക്കലും ഉച്ചിയിലും സ്കാൽപ്പിലും തേക്കാതിരിക്കുക. അടുത്തൊരു കാര്യം, തല എല്ലാ ദിവസവും കുളിക്കണം. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ ദിവസവും നമ്മൾ തല കുളിക്കണം. പല ഡോക്ടേഴ്സും പറയും എല്ലാ ദിവസവും തല കുളിച്ചുകൂടാന്ന്. അത് തെറ്റാണ്. കാരണം അഴുക്ക്, സ്കാൽപ്പിലെ അഴുക്കോ അല്ലെങ്കിൽ പൊടിപടലങ്ങളോ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒരുപാടധികം പ്രശ്നം ഉണ്ടാക്കും. മുടിക്ക് വളരെ അധികം ദോഷമാണ്. അതുപോലെ തന്നെ മുടിക്ക് ഹെയർ ഫോൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ആക്നെ ഉണ്ടാക്കും, നമ്മുടെ മുഖത്ത് ആക്നെ ഉണ്ടാക്കും, സോറിയാസ് ഉണ്ടാക്കും, സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കും, അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടാക്കി. ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് സ്കാൽപ്പ് നമ്മൾ ക്ലീൻ ആക്കി വെക്കുക. അപ്പോ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എല്ലാ ദിവസവും നിങ്ങൾ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജിമ്മിൽ പോയിട്ട് വന്നാലും ഒരു വാക്കിങ്ങിന് പോയിട്ട് വന്നാലും നിങ്ങൾ തല കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ ദിവസവും കുളിക്കേണ്ട ഒരു കാര്യം. ഇനി എല്ലാ ദിവസവും നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ ഒരു ആഴ്ചയിൽ 4 to 5 ദിവസം വരെ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുക, കണ്ടീഷണർ യൂസ് ചെയ്യുക. ഇനി എപ്പോഴാണ് എണ്ണ തേക്കേണ്ടത്? കുളി കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എണ്ണ തേക്കാനായിട്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണിത്. കാരണം നമ്മുടെ സ്കാൽപ്പ് വൃത്തിയാവാതിരുന്നിട്ട് എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ അവിടെ ഈസ്റ്റ് ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മൾ തല കുളിച്ചു കഴിഞ്ഞിട്ട് മാത്രം, നമ്മുടെ സ്കാൽപ്പ് വൃത്തിയാക്കിയതിനു ശേഷം മാത്രം കുറച്ച് എണ്ണ എടുക്കുക, കയ്യിലേക്ക് നല്ല രീതിയിൽ വെച്ച് റബ് ചെയ്ത് ഒന്ന് ഹീറ്റ് ആക്കിയിട്ട് ഒന്ന് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നല്ലൊരു ചീപ്പ് എടുക്കുക, പല്ലകലുള്ള ഒരു ചീപ്പ് എടുക്കുക. നല്ല രീതിയിൽ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ നിങ്ങൾ കോംബ് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങൾ ചീപ്പുക. മുടി വലിച്ച് പറിച്ച് നിങ്ങൾ എടുക്കാതിരിക്കുക. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. വളരെയധികം സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ ചീപ്പാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാടധികം ടൈറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക. അതായത് പോണി ടെയിൽ വളരെയധികം ടൈറ്റ് ആയിട്ട് നിങ്ങൾ മുടി കെട്ടാതിരിക്കുക, വളരെയധികം ടൈറ്റ് ആയിട്ട് നിങ്ങളുടെ മുടിയിൽ പിടിക്കാതിരിക്കുക. പിന്നെ ഒരുപാടധികം പൊല്യൂഷനും പൊടിയും ഡസ്റ്റിലേക്ക് മുടി എക്സ്പോഷർ ഉണ്ടാക്കാതിരിക്കുക. നിങ്ങളിപ്പോ പുറത്ത് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ മുടി കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുക. മിക്കപ്പോഴും നിങ്ങൾ മുടി കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ മുടി ഒരുപാട് അഴിച്ചിടാതിരിക്കുക ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഒരുപാട് മുടി ഇങ്ങനെ അഴിച്ചൊക്കെ ഇടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് ഒരുപാടധികം ഡസ്റ്റും പൊല്യൂഷനും സ്മോക്കും ആയിട്ടൊക്കെ എക്സ്പോഷർ ഉണ്ടാവും. അപ്പൊ അത് വളരെയധികം രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാരണമാകും. അപ്പൊ മുടി നിങ്ങൾ മാക്സിമം കെട്ടിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം, നിങ്ങൾ രാത്രി കിടക്കാൻ പോകുമ്പോഴാണെങ്കിൽ നിങ്ങൾ മുടി നന്നായിട്ട് ചീപ്പി കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാടധികം ആൾക്കാർക്ക് നനഞ്ഞ മുടി കെട്ടിവെക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ രാത്രി കുളിച്ചിട്ട് കിടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നനഞ്ഞ മുടി കെട്ടിവെക്കുന്നതോ ഉണങ്ങാതെ മുടി കിടന്നുറങ്ങുന്നതോ ഇതെല്ലാം വളരെയധികം രീതിയിൽ മുടിക്ക് ദോഷമാണ്. മുടി ഉണങ്ങാതെ സൂക്ഷിക്കുകയും മുടിയിൽ ഈർപ്പം തങ്ങി നിൽക്കുന്ന മുടിയാണെങ്കിലോ ഇത് നിങ്ങൾക്ക് ഫംഗൽ ഗ്രോത്തും പിയഡ്രൈ മുടിക്കായ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാക്കാനായിട്ട് വളരെ വലിയൊരു കാരണമാകുന്നു. എപ്പോഴും നിങ്ങൾ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് മുടി ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉണങ്ങിയ മുടി മാത്രം കെട്ടിവെക്കുക. രാത്രി കുളിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ മുടി ഉണങ്ങിയതിനു ശേഷം മാത്രം കിടന്നുറങ്ങുക. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, മുടിക്കകത്ത് ഈർപ്പം ഉണ്ടെങ്കിൽ അവിടെ ഫംഗസ് ഗ്രോ ചെയ്യും, ഈസ്റ്റ് ഉണ്ടാവും. അതായത് ഞാൻ ഈ പറഞ്ഞ താരൻ പോലത്തെ കാര്യങ്ങൾ കൂടും. അതുപോലെ തന്നെ മുടിക്കായ ഉണ്ടാവും, പിയഡ്രൈ ഉണ്ടാവും. ഇനി മുടി ഉണക്കാൻ പറയുമ്പോൾ പലയധികം ആൾക്കാർ ബ്ലോ ഡ്രയർ, ഹീറ്റർ എല്ലാം ഇട്ട് ഉണക്കാറുണ്ട്. നിങ്ങൾ ഒരിക്കലും ബ്ലോ ഡ്രയർ ഇട്ട് നിങ്ങൾ മുടി ഉണക്കരുത്. കാരണം മുടിയിൽ ഒരിക്കലും ഹീറ്റ് അടിക്കാൻ പാടില്ല, മുടിയിൽ ഒരിക്കലും ചൂടടിക്കാൻ പാടില്ല. മുടിയിൽ ചൂടടിച്ചു കഴിഞ്ഞാൽ മുടിയുടെ പുറത്തുള്ള ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞ ലെയർ അവിടെ നിന്ന് പോകും, ലെയർ ഡാമേജ് ആവും. ഈ ക്യൂട്ടിക്കിൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ മുടി ഗ്രാജുവലി ഡാമേജ് ആവും, മുടിയുടെ സ്ട്രെങ്ത് കുറയും, മുടിക്ക് ഒരുപാടധികം ദോഷമാണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ബ്ലോ ഡ്രയർ യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നോർമൽ ടെമ്പറേച്ചറിൽ നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫാനിന്റെ മുടിയിൽ നിങ്ങൾ മുടി ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഒരിക്കലും ബ്ലോ ഡ്രയർ യൂസ് ചെയ്യാതിരിക്കുക. മുടിയുടെ ഏറ്റവും വലിയൊരു ശത്രുവാണ് ചൂട് എന്ന് പറയുന്നത്.
ഒരു തരത്തിലുള്ള ചൂടും മുടിയിൽ അടിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിർത്തുക. ലൂക്ക് വാം വാട്ടർ, അതായത് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നിർത്തുക. പ്രോപ്പറായിട്ട് ടാപ്പ് വാട്ടർ, അതായത് നിങ്ങളുടെ ടാപ്പ് വാട്ടറിൽ മാത്രം നിങ്ങൾ മുടി കഴുകുക. ഒരുപാടധികം ആൾക്കാർ ചോദിക്കും, ഈ ക്ലോറിൻ വെള്ളമുള്ള ആൾക്കാർ മുടി കഴുകിയ ക്ലോറിൻ പ്രശ്നം ഉണ്ടാവുമോ? ഈ പലയധികം ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ക്ലോറിൻ വെള്ളമാണെന്ന് പറഞ്ഞ് മുടി കഴുകാതിരിക്കും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്ലോറിൻ നിങ്ങളുടെ മുടിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നത്തിനേക്കാളും 10 ഇരട്ടി വലിയൊരു പ്രശ്നമാണ് നിങ്ങൾ മുടി കഴുകാതിരിക്കുന്നത്. അപ്പോ ക്ലോറിൻ വെള്ളമാണെങ്കിൽ നിങ്ങൾക്ക് മുടി കഴുകാൻ പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, പ്രോപ്പർ ആയിട്ട് നിങ്ങൾ മുടി കഴുകുക. സ്കാൽപ്പ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഹെൽത്തി ആയിട്ട് വെക്കുക, നീറ്റ് ആക്കി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുക. അടുത്തതായിട്ട് ഒരിക്കലും നിങ്ങളെ മുടി നനഞ്ഞ മുടി കെട്ടിവെക്കാതിരിക്കുക. പ്രോപ്പർ ആയിട്ട് നിങ്ങൾ മുടി ഉണക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ മുടിയിൽ ഒരുപാടധികം വെയിലടിക്കാതിരിക്കുക. അതായത് പലയധികം ആൾക്കാർ എന്ത് ചെയ്യും, ഇങ്ങനെ മുടി അഴിച്ചിട്ടിട്ട് ഒരുപാടധികം വെയിലിലേക്കും അതുപോലെ തന്നെ ഒരുപാട് സ്മോക്കും ഡസ്റ്റിലേക്കും ഒക്കെ എക്സ്പോഷർ ഉണ്ടാക്കും. അപ്പൊ എപ്പോഴും നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്യുന്ന, 2 വീലറിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ മുടി കെട്ടിവെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തൊരു കാര്യമാണ് കെരട്ടിൻ ട്രീറ്റ്മെന്റ്. പലയധികം ആൾക്കാർ ഇത് കെരട്ടിൻ ട്രീറ്റ്മെന്റ് നല്ലതാണെന്ന് കെരട്ടിൻ ട്രീറ്റ്മെന്റ് ചെയ്യും. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, കെരട്ടിൻ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ സൾഫേറ്റും ഫോർമാൽഡിഹൈഡും പാരബൻസും അമോണിയൊക്കെ ഉള്ള പ്രോഡക്ട്സ് ആയിരിക്കും. അത് ഒരുപാടധികം ദോഷമാണ് മുടിക്ക്, ഒരുപാട് അധികം പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാക്കും. ഒരിക്കലും നിങ്ങൾ ആ കെരട്ടിൻ ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക. കെരട്ടിൻ ട്രീറ്റ്മെന്റ് വളരെയധികം റോങ് ആയിട്ടും വളരെയധികം അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഈ പലയധികം ആൾക്കാർ മുടി സ്ട്രെയിറ്റ് ചെയ്യാനും മുടി കേൾ ചെയ്യാനും മുടി അയൺ ചെയ്യാനൊക്കെ പോകും. ഒരിക്കലും നിങ്ങൾ അത് ചെയ്യാതിരിക്കുക. കാരണം ഇതും നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാക്കാൻ ഒരുപാടധികം പ്രശ്നം ഉണ്ടാകും. ഇനി ഒരുപാടധികം ആൾക്കാർ മുടി കളർ ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, മുടി കളർ ചെയ്താലും ഇത് ദോഷം ഉണ്ടാക്കാനുള്ള വളരെ വലിയൊരു ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കളർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഹെന്ന ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഹെന്ന ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കണം, ഹെന്നയ്ക്കകത്തും ഇതുപോലുള്ള കെമിക്കൽസ് ഉള്ള എണ്ണ ഉപയോഗിക്കാതിരിക്കുക. ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. ഇൻഡിഗോ പൗഡർ ആണെങ്കിലോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കളറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, അമോണിയ ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യരുത്, സൾഫേറ്റ് യൂസ് ചെയ്യരുത്, പാരബൻസ് ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യരുത്, ഫോർമാൽഡിഹൈഡ് റിലീസിംഗ് പ്രോഡക്ട്സ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കെമിക്കൽസ് ഒക്കെ ഒരുപാടധികം പ്രോബ്ലംസ് ഉണ്ടാക്കും. ഇനി നമ്മുടെ നൈറ്റ് കെയർ റൊട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മുടി വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾ ചീപ്പി അതിനെ കെട്ടിവെച്ചിട്ട് മാത്രം നിങ്ങൾ കിടക്കുക. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പില്ലോ കവറും ഒരാഴ്ചയിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ഈ പില്ലോയിലും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും ഒരുപാടധികം ഫംഗസും ജേംസും അതുപോലെ തന്നെ പൊടിയും അഴുക്കൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ മുടിയിലേക്ക് കയറുമ്പോൾ ഫോളിക്കുലൈറ്റിസും ഇത് മുടിയുടെ അകത്ത് ഒരുപാടധികം ഡാൻഡ്രഫ് ഉണ്ടാക്കാൻ, ഫിയഡ്ര പ്രോബ്ലംസ് ഉണ്ടാക്കാനൊക്കെ വളരെയധികം രീതിയിൽ കാരണമാകുന്നു. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കണം, കിടന്നുറങ്ങുമ്പോൾ ബെഡ്ഷീറ്റ് പില്ലോ കവർ ക്ലീൻ ആയിട്ടുള്ളതിൽ മാത്രം കിടക്കുക. അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന തോർത്ത്, അതായത് ടവൽസ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യുക. അല്ലെങ്കിലും അത് ഒരുപാടധികം രീതിയിൽ ഫംഗൽ പ്രോബ്ലംസും ഡാൻഡ്രഫ് ഉണ്ടാക്കാൻ കാരണമാകുന്നു. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ മാക്സിമം പില്ലോ കവേഴ്സ് സാറ്റിൻ പില്ലോ കവറോ അല്ലെങ്കിൽ സിൽക്ക് പില്ലോ കവറോ യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിന് പുറമെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഹെയർ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഹെയർ ഡയറ്റിനെ പറ്റി ഞാൻ വളരെയധികം സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹെയറിന് ഗ്രോത്തിനുള്ള ജ്യൂസിനെ പറ്റി പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ആ വീഡിയോസ് നിങ്ങൾക്ക് ചെന്ന് എന്റെ പേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാം. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഹെയറിൽ നമ്മൾ എണ്ണ തേക്കുക, ഷാമ്പൂ ഇടുക, കണ്ടീഷണർ ഇടുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ മുടി നല്ല രീതിയിൽ കോംബ് ചെയ്യുക, ചീപ്പുക. ചീപ്പുന്ന വഴി നമുക്ക് ഹെയറിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴാണ് ഓക്സിജൻ കൂടുന്നത്. ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ മുടി തഴച്ച് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. അടുത്തതായിട്ട് സ്കാൽപ്പ് ഹെൽത്തി ആയിട്ട് വെക്കുക. ക്ലോറിൻ വെള്ളമാണെന്ന് പറഞ്ഞ് നിങ്ങൾ കുളിക്കാതിരിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പൂർണ്ണമായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, കുളിക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ സ്കാൽപ്പ് ഹെൽത്തി ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഹെയർ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പോൾ. ഈ ഒരു ഹെയർ കെയർ റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു ഒരുപാടധികം മിസ്കൺസെപ്ഷൻസ് നിങ്ങൾക്ക് മാറ്റാനായിട്ട് വളരെയധികം, അല്ലെങ്കിൽ ഒരുപാടധികം തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഈ ഒരു വീഡിയോ വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഒരുപാടധികം റിസർച്ച് ചെയ്തും ഒരുപാടധികം ആൾക്കാർക്ക് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതുവഴി പാസ് ചെയ്യുന്നത്. ഈ വീഡിയോ വഴി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ മാക്സിമം ആളുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാടധികം ആൾക്കാർക്ക് ഈ മുടിയെ പറ്റി ഒരുപാടധികം തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റാനായിട്ട് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ മാക്സിമം ആളുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരുപാടധികം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. Till then, it's me, Pranab P. Nair, signing off. Bye bye.